സർക്കാർ അഭിഭാഷകരുടെ പട്ടികയെ തുടർന്ന് ലോയേഴ്സ് കോൺഗ്രസിൽ തർക്കം രൂക്ഷമാകുന്നു. സർക്കാർ അഭിഭാഷകരുടെ പട്ടികയിലും ബന്ധു നിയമനമെന്ന് പരാതി. കോൺഗ്രസ് നേതാവ് ജോസഫ് വാഴക്കന്റെ മകളെ ഗവൺമെന്റ് പ്ലീഡറായി നിയമിച്ചു. ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിന്റെ എതിർപ്പ് മറികടന്നാണ് നിയമനങ്ങൾ. സർക്കാർ അഭിഭാഷകരുടെ പട്ടിക ന്യൂസ് മലയാളത്തിന് ലഭിച്ചിട്ടുണ്ട്. സഹിൻ ആന്റണിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. സഹിൻ, നേരത്തെ സണ്ണി ജോസഫിനെതിരെയായിരുന്നു അതൊരു ബന്ധു നിയമന പരാതി ഉയർന്നിരുന്നത്. അത് അളിയനെ പ്രൈവറ്റ് സെക്രട്ടറിയായി, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചതിലായിരുന്നു. നിലവിൽ ലോയേഴ്സ് കോൺഗ്രസിലും അത്തരം പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഏതൊക്കെ നിയമനങ്ങളാണ് നിലവിൽ പരാതി ഉയർന്നിരിക്കുന്നത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വലിയ രീതിയിലുള്ള പരാതിയാണ് ലോയേഴ്സ് കോൺഗ്രസിൽ നിന്നും ഉയർന്നു വരുന്നത്. അതായത് ലോയേഴ്സ് കോൺഗ്രസിൻ്റെ പട്ടിക പരിഗണിക്കാതെ നേതാക്കളുടെ ഇഷ്ടക്കാരെയും ഒപ്പം തന്നെ ബന്ധുക്കളെയും തിരികെ കയറ്റി എന്നുള്ളതാണ് പരാതിയായിട്ടുള്ളത്. ഇതിൽ തന്നെ ഇപ്പോൾ ലയ മേരി ജോസഫ് വാഴക്കൻ്റെ മകളാണ്. ലയ മേരി ജോസഫിനെ ഗവൺമെൻറ് പ്ലീഡറാക്കിയിട്ടുണ്ട്. ഇതിനെതിരെ വലിയ പ്രതിഷേധമുണ്ട്. കൂടാതെ കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് സർക്കാർ അഭിഭാഷകയായിരുന്ന പൂജ സുരേന്ദ്രൻ ഈ പട്ടികയിൽ കയറി വന്നിട്ടുണ്ട്. അതിനെതിരെ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ എതിർപ്പുണ്ട്. കൂടാതെ തങ്ങൾ കുടുംബത്തിലെ ഒരാൾ പട്ടികയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ടാനിയ എന്ന് പറയുന്ന അഡ്വക്കേറ്റ്. ഇവരൊക്കെ ജോസഫ് വാഴക്കൻ്റെ അടുത്ത ആളുകളാണ്. ഇതിനെതിരെയാണ് ലോയേഴ്സ് കോൺഗ്രസ് വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. കാരണം ലോയേഴ്സ് കോൺഗ്രസിൻ്റെ അഭിഭാഷകർ നൽകിയ പട്ടിക, ആ പട്ടിക പൂർണ്ണമായും നിരാകരിച്ചുകൊണ്ടാണ് നേതാക്കളുടെ മക്കളെയും നേതാക്കളുടെ ബന്ധുക്കളെയും എല്ലാം ഇപ്പോൾ നിലവിൽ ഗവൺമെൻറ് പ്ലീഡർ സ്ഥാനം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ എതിർപ്പാണ് ലോയേഴ്സ് കോൺഗ്രസിലുള്ളത്. ഒരു പൊട്ടിത്തെറിയുടെ വക്കിലേക്ക് ലോയേഴ്സ് കോൺഗ്രസ് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ബന്ധു നിയമനം തുടക്കം മുതൽ തന്നെ ലോയേഴ്സ് കോൺഗ്രസ് വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ അതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഈ പുതിയ പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഇപ്പോഴുള്ളത്. ഷാമിലി.